അപകടം നടന്നത് AC മോദിനൊക്കെ വന്നിട്ടാ. ഹലോ മൈ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാൽ നമ്മൾ വെള്ളിയാഴ്ച പള്ളിക്കേക്ക് പോകാം. അപ്പോൾ യാച്ചൊക്കെ ആരത് കല്യാണത്തിന് പോവാ. അപ്പോൾ യാച്ച വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വണ്ടിയിൽ കുറച്ച് സ്റ്റിക്കർ വർക്ക് കാണിച്ച് നമ്മളെ പേരൊക്കെ നമുക്ക് അഫ്സലിനാക്കണം. സെയ്താണ് ഉള്ളത്, നമുക്കത് അഫ്സലിനാക്കണം. യൂട്യൂബിൻ്റെയും ഇൻസ്റ്റയുടെ നെയിം ഇപ്പോൾ അഫ്സൽ ഷോർട്സ് എന്നാണ്. അപ്പോൾ അതാക്കണം. അപ്പോൾ തന്നെ വണ്ടിയുമ്പോൾ വീലുമ്പോൾ കുറച്ച് സ്റ്റിക്കർ വർക്ക് ചെയ്യണം. അപ്പോൾ അതാ സിനാനൊക്കെ അവിടെ പള്ളിക്കേക്ക് പോകാൻ വേണ്ടി റെഡി ആവേണ്ടിട്ടാണ്. ആദ്യം നമുക്ക് നേരെ പള്ളിക്കേക്ക് പോവാം. തൊപ്പിയൊക്കെ ഇട്ടപ്പോൾ നല്ല ഒരു ലുക്കില്ലേ കാണാൻ. ഫ്രണ്ട്സ് അപ്പോൾ പോക്കൊക്കെ കുടുങ്ങുന്നതായിട്ട് തോന്നുന്നു. നല്ല മഴക്കാറുണ്ട് കേട്ടോ. ബാക്കിൽ ഇതാ മീനുണ്ട്. മീനെ നമ്മൾ ചൂടായിട്ടാണ് നമ്മൾ തിരിച്ച് നേരെ പള്ളിയാണ് നേരെ പടക്കാഞ്ചേരി മുട്ടപ്പനാണ് വിശന്ന് പയ്യാണ്. അപ്പോൾ ഞാനീ വണ്ടിയിൽ കയറ്റി വരണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ അങ്ങനെ പള്ളി എത്തില്ല. കുത്തുമ്പോൾ തുടങ്ങിയിട്ട് പള്ളിയിൽ എത്തിയേക്കുന്നിട്ടാ. അപ്പോൾ ഏതായാലും നമുക്ക് ഇത് നിസ്കാരം കഴിഞ്ഞിട്ട് കാണാം. എന്നിട്ട് നേരെ സ്റ്റിക്കർ വർക്ക് ചെയ്യാൻ പോവാം. ഫ്രണ്ട്സ് അപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മഴയത്ത് കൊണ്ടുവരുന്നതാണ് തോന്നുന്നത്. അപ്പോൾ ഇതാ ചെക്കന്മാരെല്ലാവർക്കും യാച്ചുവിൻ്റെ ഏത് ഷർട്ടില്ലേ, നമുക്ക് ഇൻഷാല്ലാ അതുപോലത്തെ ഷർട്ട് എടുക്കണം. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി ഏതായാലും സ്റ്റിക്കർ കടയ്ക്ക് പോകണം കേട്ടോ. മഴ കൊള്ളുന്നത് വരുമെന്നാണ് തോന്നുന്നത്. ഫ്രണ്ട്സ് അപ്പോൾ ആകെ പോകണ പോലെ ആകെ കുടുങ്ങിയിട്ടാ. ബ്ലോക്കും അതുപോലെ നല്ല മഴയും പെട്ടുപോയിന്നത് യാത്ര. ഫ്രണ്ട്സ് അപ്പോൾ എന്തോ ഒരു അപകടം ഉണ്ടായതാട്ടോ. അവിടെ ആംബുലൻസ് വേറെ വണ്ടിയായിട്ട് കൂട്ടിമുട്ടിയതാ കൊണ്ടുപോകാം. പോട്ടെ ചില്ല്. ഫ്രണ്ട്സ് അപ്പോൾ ആകെ ഒരു ആംബുലൻസും ഒരു കാറും കൂടി കൂട്ടിയിടിച്ചാട്ടാ. എളുപ്പമില്ലായിരുന്നു. ആ റോട്ടിൽ നിറച്ച് കുപ്പിച്ചില്ലാട്ടാ. ഞങ്ങളെന്താ ബ്ലോക്ക് എന്ന് ഞങ്ങൾക്ക് അറിയാന്നില്ല. ഫ്രണ്ടിക്ക് എന്നപ്പോൾ സംഭവം മനസ്സിലായിട്ടാ. ഏതായാലും നമ്മൾ സ്റ്റിക്കർ കടയിൽ എത്തിയിട്ടാ. ആൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയേക്കാട്ടാ. ഇവിടെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടോ. ശരിക്കും പേടിച്ച് പോയിട്ടാ. ആംബുലൻസിൻ്റെ ഫ്രണ്ടൊക്കെ പോയേക്കണു, പിന്നെ കാറിൻ്റെ ബാക്കും. അപ്പോൾ അപകടം നടന്നത് AC മോദിനൊക്കെ വന്നിട്ടാ. ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വേറെ സ്റ്റിക്കർ കടയിലേക്ക് പോകണം. മൂപ്പരാൾ വരുമ്പോൾ 3:30 മണിയൊക്കെ ആവും. അതിന് ആകെ 2:15 അപ്പോൾ ഏതായാലും നമുക്ക് ചെക്കന്മാരിനെ വിട്ട് വേറെ സ്റ്റിക്കർ കടയിലേക്ക് പോകാം. ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റിക്കർ അടിക്കണം. ഇത് നമ്മുടെ ചങ്ങായിട്ടാ. മൂപ്പരാൾ ഫുഡ് കഴിക്കും. മൂപ്പരാൾ ഈ കടയിലാണ് അടക്കണേ. നമുക്ക് ഇവിടെ നിന്നാണ് വണ്ടിയിൽ സ്റ്റിക്കർ അടിക്കാൻ കേട്ടോ. അപ്പോൾ ചെക്കൻ്റെ വണ്ടിക്കുള്ള സ്റ്റിക്കർ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ വീലും അടിക്കാനുള്ള സ്റ്റിക്കർ റെഡിയാക്കുന്നുണ്ട്. ഫ്രണ്ട്സ് അങ്ങനെ സിനാൻ്റെ വണ്ടിയുടെ വീലും അത് സ്റ്റിക്കർ അടിക്കുന്നില്ല. നമ്മുടെ ചങ്ങായി തന്നെയാണ് അടിക്കാനിട്ടാ. ചെക്കൻ വെക്കേഷന് കയറിയിട്ടാട്ടപ്പെടാൻ. ഈ പണി കുറച്ച് റിസ്ക്കാടാ. ചെറുതായ റിസ്ക് ഉണ്ടല്ലേ. അപ്പോൾ വീലിൻ്റെ 4 സൈഡിലടിക്കാൻ കിട്ടാം. ബാക്കിലടിക്കാൻ, ഫ്രണ്ടിലടിക്കാൻ, പിന്നെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലൊക്കെ അടിക്കാൻ കിട്ടാം. നമുക്ക് എത്ര രൂപ കിട്ടണം അപ്പോൾ? ആഴ്ചയിൽ 1000. ഈ അങ്ങനെ പൊക്കി പിടിച്ച് നിന്നോ അവിടെ കസ്റ്റമറിന് എന്താണ് വേണ്ടി പറയും. പല തരത്തിലുള്ള സ്റ്റിക്കറുകളുണ്ട് ഇവിടെ. സിനാൻ എന്താ വേണ്ടത്? സിനാൻ ഏതൊക്കെ തരത്തിലാണ് വേണ്ടത്? സിനാൻ പറയും. ഇതിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല കേട്ടോ. ഈ ഇതുമ്മ കുറിച്ചിട്ട് ഇങ്ങനെ നെക്കി കളിക്കാനറിയാം, വേറെ ഒന്നിനും അറിയില്ല. നമ്മൾ കറങ്ങണ ആസാദില്ല കേട്ടോ. ഫ്രണ്ട്സ് അപ്പം അങ്ങനെ ഒരു ഭാഗത്ത് സ്റ്റിക്കർ അടിച്ച് കളഞ്ഞു കേട്ടോ. വീലുമേ ഇനി അപ്പുറത്തെ ഭാഗം വേണം കേട്ടോ നമുക്ക് അടിക്കാൻ. അങ്ങോട്ട് തിരിച്ചു എത്ര ഹാൻഡിൽ ചാച്ചുനാണ് ഹാൻഡിൽ തിരിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ അടുത്ത ഭാഗം അടിക്കണം കേട്ടോ. അച്ഛൻ സുഖമായി. അച്ഛൻ മണ്ടമുള്ള ഇരിക്കുക. അത് തുണി ഉണ്ടോ തുടയ്ക്കാൻ? എന്ത് തുറക്കണേ? എൻ്റെ കഴിഞ്ഞിട്ട് മതി. കഴിഞ്ഞിട്ട് മതിരാ. ആ വീലേ നമ്മുടെ വണ്ടി നിറച്ച് ചളിയാട്ടോ. അപ്പുറത്തെ എന്താ ചളിന്ന് അറിയാം. ആ കട്ടറ തന്നെ. ഈ പേര് കണ്ട ഇത് എടുക്കാന് അതുകൊണ്ട് എടുക്കണ്ട കേട്ടോ. വേണ്ട ചിലപ്പോൾ പെയിൻറ്റ് വേണ്ട. ഇറക്കി പണി കിട്ടാൻ വയ്യ. അടച്ച ഇതാ
ആള് വേറെ അടിച്ചുതരാ പറഞ്ഞിട്ടുണ്ട്. തൽക്കാലിന് ഇപ്പൊ കളഞ്ഞാൽ മതി. പിന്നെ നമുക്ക് അത് കളയണ്ട, അത് കളയണ്ട. ഇത് ചിലപ്പോ ആള് പൈസ കൂടുതലാ പറഞ്ഞപ്പോ ഇടും ഞാന്. ഇത് കളയാനാ നല്ല പറിച്ചത്. മറ്റേ ഇൻസ്റ്റയിൽ ഇതിന്റെ ഫോട്ടോകളായിരുന്നു കേട്ടോ. എന്താ അവന് പറിക്കാനുള്ള ഇൻട്രസ്റ്റ് എന്ന് അറിയിച്ചില്ല. വൃത്തികേടാ ഒന്ന് തോന്നിട്ടോ. ഇപ്പൊ അശടത് കളയപ്പോ എന്ത് ചെയ്യാ നോക്കിയാ ആകെ വൃത്തികേടായി. ആകെ വൃത്തികേടായി. ആകെ വൃത്തികേടായിരാ. മറ്റേ കളയരുതിട്ടാ. ഞാൻ നല്ല പ്രൊഫഷണലായിട്ട് വരയ്ക്കുന്നുണ്ട്. വരയ്ക്കില്ല, പറക്കുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ഭാഗത്ത് അടിച്ചു തുടങ്ങി. ഫ്രണ്ട്സ് അപ്പോൾ സ്റ്റിക്കറൊക്കെ അതാ പറിച്ചു വിട്ടപ്പെടുത്താൻ. നമുക്കിനി വേറെ സ്ഥലത്ത് സ്റ്റിക്കർ അടിക്കണം കേട്ടോ. അപ്പോഴത്തൊക്കെ പറിച്ചു. ഇനിയിപ്പോൾ വീലുമൊക്കെ നിറച്ച് ചളി കേട്ടോ. ഇതൊക്കെ ഒന്ന് കളയണം. ഇവിടെ സ്റ്റിക്കർ അടിക്കളല്ലേ ആള് ഫുൾ സെറ്റാക്കി വരാൻ പറഞ്ഞിട്ട്. അത് ഇവിടെയൊക്കെ സ്റ്റിക്കർ അടിച്ച് നമ്മളെ വണ്ടി കുട്ടപ്പനാക്കിയിട്ടാണ്. സിനാമം തുടക്കാൻ കൂടാ. സിനാമേ എന്നാലും ഇങ്ങനെ യാച്ചോ കുറേ നേരമായി ഇരിക്കണം. ഇനി ഇങ്ങോട്ട് വാ. അവൻ വെറുതെ അവിടെ ഇരിക്കുക. സിനാമൻ തുടക്കടാ. സിനാൻ തുടക്കാൻ വേണ്ടി വന്നില്ല കേട്ടോ. അത് യാച്ചു ബാക്ക് വീല്. യാച്ചോ യാച്ചു ബാക്ക് വീല് കേട്ടാ. എന്താണ് വണ്ടിയാ? വണ്ടി എന്ത് വണ്ടി? ഇപ്പം അത് യാച്ചു നോക്കുന്നുണ്ട്. കേറ്റിച്ചെടുക്ക്. വെയിലല്ലേ, വെയിലൊക്കെ കുറച്ചുകൊണ്ട് വെച്ചോളാം. കുറച്ചുകൊണ്ട് വെച്ചോളാം. വണ്ടിമേ സിന നന്നായി തുടക്കണ്ടേ. ഇനി ബാക്ക് വീല് കാണിച്ചു തരാം കേട്ടോ. ആകെ ചളി. ഇപ്പൊ നല്ല ചളി. 4-5 ദിവസമായി വണ്ടി കഴിക്കിട്ട് തന്നെ കണ്ട നിറച്ച് ചളിയാ. കടയിൽ പുതിയൊരു മുതലാളി വന്നിട്ടുണ്ട് കേട്ടോ. സിനാൻ മുതലാളി. കൂളിംഗ് പേപ്പറൊക്കെ എടുത്തിട്ട് ആ മുതലാളിയുടെ പണി സിനാൻ ചെയ്യുന്നുണ്ട്. അവിടെ എന്താ ബാക്ക് വീലുമൊക്കെ എത്തിയിട്ടപ്പോൾ ഏകദേശം ഇപ്പോൾ കഴിയാനായി തുടങ്ങിയിട്ടാണ്. ബാക്ക് വീലൊക്കെ ഏകദേശം കഴിയാൻ ഞാൻ അപ്പുറത്ത് സൈഡും കൂടെ അടിക്കാമല്ലോ. ഫ്രണ്ട്സ് അങ്ങനെ 2 വീലുമ്മ ചെയ്ത് കഴിഞ്ഞിട്ടാണ്. സംഭവം അത്യാവശ്യം കുഴപ്പമില്ല. ഇതാ അപ്പുറത്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടാണ്. 2 സൈഡിലും ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ വണ്ടിയിൽ കുറച്ച് വർക്ക് ഉണ്ട്. ആള് ഫുഡ് കഴിക്കാൻ പോയിക്കാൻ ആൾ വന്നിട്ട് വേണം നമ്മുടെ വണ്ടിയിൽ ചെയ്യാനിട്ടാ. സിനാ അത് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ കളറുള്ള സ്റ്റിക്കറുകളുണ്ട് കേട്ടോ. പക്ഷേ നല്ല പൈസ ആയിട്ട് സ്റ്റിക്കർ അടിക്കാനുള്ളൂ. കൂളിങ്ങിന് അതിലേക്ക് കൂടുതൽ പൈസ ആട്ടാം. ഇത്ര നല്ല മൊയിന്തിന് വേറെ എവിടെയും കണ്ടിട്ടില്ല. വണ്ടിയുടെ മുകളിൽ ഇതാ കാറ്റിന്ന് അടിക്കാൻ പറ്റും. C8 അടിക്കാൻ പോകട്ടെ. ഞാൻ പിന്നെ പറഞ്ഞത് പിന്നെ പട പേരടിച്ചാൽ മതി, മിന്നലിന് അടിച്ചാൽ മതി വണ്ടി ചെയ്യുമ്പത്തെ. അതാ പിന്നെ രസം അല്ലേ യാച്ചോ? ഈ എൻ്റെ അഭിപ്രായം പറയും അല്ലേ? ഇനിയിപ്പോൾ ചെക്കന് മിന്നലിന് അടിക്കാനുള്ള തീരുമാനത്തിൽ എത്തുന്നായിട്ട് തോന്നുന്നത്. അപ്പോൾ ആ ചെക്കൻ ഞാൻ പറഞ്ഞ പോലെ ചെക്കൻ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടാ. നമ്മളിത് നോക്കിയിരിക്കുക. നമുക്ക് ഏതെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അതന്നെ പാകുള്ളൂ. ചെക്കൻ്റെ വണ്ടിക്കുള്ള സ്റ്റിക്കർ സെറ്റ് ആയിട്ട് കേട്ടോ. ഇതാണ് അപ്പോൾ സാധനം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീലുമോ നമ്മൾ കാണിച്ചു സ്റ്റിക്കർ നമ്മുടെ വീലിൻ്റെ കുറച്ച് വലിപ്പം കുറവായ കാരണം അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നല്ല, വലിപ്പം നന്നായി കുറയുന്നാട്ടോ അവർ പറഞ്ഞത്. അപ്പോൾ തീരെ വൃത്തിയുണ്ടാവില്ല കാണാൻ. അപ്പോൾ അതുകൊണ്ട് വീലും അടിക്കല് വേണ്ട വിചാരിച്ചിട്ടാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വണ്ടിയുമേ സ്റ്റിക്കർ വർക്കൊന്നും ചെയ്തില്ല കേട്ടോ. എന്താ വെച്ചാൽ അവിടെ നമ്മൾ കാണിച്ചത് സ്റ്റിക്കർ വർക്ക് അവർ ചെയ്യുമ്പോൾ പറഞ്ഞു ഇത് ഈ വീലുമ്പോൾ ചെയ്യുമ്പോൾ അതിനെ വൃത്തി കിട്ടില്ല പറഞ്ഞു കേട്ടോ. നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയി. അവൾ പറഞ്ഞ വിലയ്ക്ക് നമ്മൾ
ഒരു 50 രൂപ ആൾ കുറച്ചിട്ടാണെങ്കിലും ആൾ സെറ്റാക്കിയാൽ പറഞ്ഞു. പക്ഷേ ആൾ പറഞ്ഞത് വെച്ച വൃത്തി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഏതായാലും വേണ്ട വെച്ചു. സിനാൻ്റെ വണ്ടിക്ക് ഏതായാലും നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആളതിൻ്റെ സന്തോഷത്തിലാട്ടപ്പോൾ. അപ്പോൾ ഏതായാലും നമുക്ക് ഇൻഷാല്ല വേറെ വല്ല സ്റ്റിക്കർ അടിക്കണം, അതുപോലെ യൂട്യൂബ് ചാനലിലെ പേരടിക്കണം. അതിലിപ്പോൾ ഏതായാലും ഒന്നും നടന്നില്ല. വെറുതെ അവിടെ പോയിട്ട് 1 മണിക്കൂർ 2-3 മണിക്കൂർ വെറുതെ ഇരുന്നു അവിടെ. ഏതായാലും ഇൻഷാല്ല നമുക്ക് ഒരിക്കൽ വേറൊരു ദിവസം നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. അപ്പോൾ ശരി, അപ്പോൾ ഇന്നാളെ കാണാം.